മൻമോഹൻ സിംഗിന് വിട. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് ആദരമർപ്പിച്ച് രാജ്യം. ഡൽഹി നിഗംബോധ് ഘട്ടിൽ മൻമോഹൻ സിംഗിന്റെ ഭൗതികദേഹം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, പ്രതിരോധ മന്ത്രി തുടങ്ങിയ പ്രമുഖർ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. ഭൂട്ടാൻ രാജാവ് ജിഗ്മെ കേസർ നംഗ്യൽ വാങ്ചുവും അന്ത്യോപചാരം അർപ്പിച്ചവരിൽ ഉൾപ്പെടുന്നു. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങുകൾ നടന്നത്. സിഖ് മതാചാര പ്രകാരമുള്ള എല്ലാ മതാചാര ചടങ്ങുകളും പൂർത്തിയാക്കിയാണ് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരം നടത്തിയത്. നമുക്കറിയാം, 2 തവണ രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന സാമ്പത്തിക വിദഗ്ധൻ കൂടിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. അദ്ദേഹത്തിൻ്റെ മരണം കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് 92 വയസ്സുള്ള ഡോക്ടർ മൻമോഹൻ സിംഗ് മരണമടയുന്നത്. ഇതേ തുടർന്ന് അദ്ദേഹത്തിൻ്റെ വസതിയിലായിരുന്നു ആളുകൾക്ക് അന്ത്യോപചാരം അർപ്പിക്കാനുള്ള സൗകര്യമൊരുക്കിയിരുന്നത്. പിന്നീട് ഇന്ന് രാവിലെ ഡൽഹിയിലെ AICC ആസ്ഥാനത്ത് പൊതുദർശനത്തിനായി മൃതദേഹം എത്തിച്ചു. അലങ്കരിച്ച വാഹനത്തിലാണ് വീട്ടിൽ നിന്നും AICC ആസ്ഥാനത്തേക്ക് മൃതദേഹം എത്തിച്ചത്. പിന്നീട് വിലാപയാത്രയായി പ്രത്യേകം സജ്ജമാക്കിയ ഇടത്തേക്ക് മൃതദേഹം എത്തിച്ചു. പിന്നീട് പൂർണ്ണ ഔദ്യോഗിക സൈനിക ബഹുമതികളോടെ തന്നെ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര കർമ്മം അല്പസമയത്തിനകമാണ് പൂർത്തിയാക്കിയത്. സിഖ് മതാചാര പ്രകാരമുള്ള എല്ലാ ചടങ്ങുകളും ശവസംസ്കാരത്തിനായി ഒരുക്കിയിരുന്നു. ഈ ശവസംസ്കാര ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഉപരാഷ്ട്രപതി, അതേപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അടക്കമുള്ള കേന്ദ്ര മന്ത്രിസഭയിലെ ഒട്ടുമിക്ക മന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുത്തു. ഭൂട്ടാൻ രാജാവും ഈ ചടങ്ങിൽ പങ്കെടുത്തു എന്നുള്ളത് വളരെ പ്രത്യേകത ഉള്ള കാര്യമാണ്. പൂർണ്ണമായും രാജ്യം ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ന് ഉച്ചവരെ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരുന്നു. സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടികൾ എല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. 7 ദിവസം രാജ്യത്ത് ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൂർണ്ണ സൈനിക ബഹുമതികളോടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര കർമ്മം നിർവഹിച്ചത്. രാജ്യത്ത് 2 തവണ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് മുൻ പ്രധാനമന്ത്രി PV നരസിംഹറാവുവിൻ്റെ കാലത്താണ് ധനകാര്യമന്ത്രിയായി പൊതുരംഗത്തേക്ക് എത്തുന്നത്. ഡൽഹിയിൽ നിന്നും നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ശവസംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു. പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ, രാഷ്ട്രപതി, പ്രധാനമന്ത്രി അടക്കമുള്ള പ്രധാനപ്പെട്ട വ്യക്തികൾ ഈ ചടങ്ങിൽ പങ്കെടുത്തു. അല്പസമയം മുമ്പാണല്ലോ ഈ കർമ്മങ്ങൾ പൂർത്തിയായത്. കൂടുതൽ വിവരങ്ങൾ നന്ദഗോപൻ. വിനോദ്, മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് രാജ്യം വിട നൽകിയിരിക്കുകയാണ്. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു ശവസംസ്കാര ചടങ്ങുകൾ. പ്രസിഡന്റ്, അതേപോലെ തന്നെ പ്രധാനമന്ത്രി, ഉപരാഷ്ട്രപതി, ഹോം മിനിസ്റ്റർ അമിത്ഷാ, അതേപോലെ തന്നെ രാജ്നാഥ് സിംഗ് അടക്കമുള്ള പ്രമുഖരും, അതേപോലെ തന്നെ ഭൂട്ടാൻ രാജാവടക്കം ഇതര രാജ്യങ്ങളിൽ നിന്നുമുള്ള ചില പ്രമുഖരും ഈ ചടങ്ങിന്റെ ഭാഗമായി. അതേപോലെ തന്നെ 3 സൈനിക വിഭാഗങ്ങളുടെയും തലവന്മാർ അടക്കം ഉള്ള പ്രമുഖർ ഈ ചടങ്ങിന്റെ ഭാഗമായി. രാജ്യം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് അദ്ദേഹത്തിന് വിട നൽകിയത്. വ്യാഴാഴ്ച രാത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. ഇന്ന് രാവിലെ AICC ആസ്ഥാനത്ത് പൊതുദർശനം ഉണ്ടാകുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും പൊതുദർശനം ഉണ്ടായിരുന്നില്ല. കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് മാത്രമായിരുന്നു അന്തിമോപചാരം അർപ്പിക്കുവാനുള്ള അവസരമുണ്ടായിരുന്നത്. പിന്നീട് ഏതാണ്ട് 1 മണിക്കൂർ നേരം നീണ്ട ഒരു വിലാപയാത്രയോടുകൂടി അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങുകൾ നടക്കുന്ന നിജാംബോധ് ഘാട്ടിലേക്ക് മൃതദേഹം എത്തിക്കുകയായിരുന്നു. മുൻ പ്രധാനമന്ത്രിയായതിനാൽ തന്നെ പ്രതിരോധ മന്ത്രാലയത്തിലായിരുന്നു അതിന്റെ പൂർണ്ണ ചുമതല.
പ്രതിരോധ മന്ത്രാലയം അല്ലെങ്കിൽ സൈന്യമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത്. രാവിലെ ഔദ്യോഗിക മൻമോഹൻ സിംഗ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ നിന്നും അദ്ദേഹത്തെ മാറ്റുന്നതിന് മുമ്പായി തന്നെ മതപരമായ ചില ചടങ്ങുകൾ നടന്നിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ ശവസംസ്കാര ചടങ്ങിന് തൊട്ടു മുമ്പായും ചില ചടങ്ങുകൾ മറ്റും നടന്നിരുന്നു. അതിനുശേഷം ഈ സിഖ് മത ആചാരപ്രകാരം ഏറ്റവും ഇളയ ആളാണ് അല്ലെങ്കിൽ ഇളയ മകനോ മകളോ ആണ് ചിതയ്ക്ക് തിരി കൊളുത്തേണ്ടത് എന്നുള്ളതാണ് സിഖ് മത ആചാരപ്രകാരമുള്ള ചടങ്ങുകൾ. അത് പ്രകാരം അദ്ദേഹത്തിന്റെ ചിതയ്ക്ക് തീ കൊളുത്തി. സൈന്യം 21 തവണ ആചാര വെടിമുഴക്കി. അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ ചിതയ്ക്ക് തീ കൊളുത്തിയത്. വലിയൊരു ജനാവലി ഈ ഇദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങുകൾ നടക്കുന്നതിന് പുറത്തായി കാത്തുനിന്നു. കോൺഗ്രസ് പ്രവർത്തകർക്കോ അല്ലെങ്കിൽ അണികൾക്കോ സാധാരണക്കാർക്കോ അവസാനമായി അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ കഴിഞ്ഞില്ല എന്നുള്ള ദുഃഖം പല കോൺഗ്രസ് പ്രവർത്തകരും പങ്കുവെക്കുന്നുണ്ട്. ഇന്നലെ അദ്ദേഹത്തിന്റെ വസതിയിൽ പൊതുദർശനം ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇന്ന് AICC ആസ്ഥാനത്ത് പൊതുദർശനം ഉണ്ടാകുമെന്ന് അറിയിച്ചെങ്കിലും അതും ഉണ്ടായില്ല. അവിടെയും കോൺഗ്രസ് പ്രവർത്തകരെയോ അല്ലെങ്കിൽ സാധാരണക്കാരെയോ അകത്തേക്ക് പ്രവേശിപ്പിച്ചില്ല എന്നുള്ളതാണ് വലിയ പ്രതിഷേധം കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ, അല്ലെങ്കിൽ വലിയ അമർഷം കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം. ഏതായാലും അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങുകൾ ഡൽഹിയിലെ ഈ ഘാട്ടിൽ പുരോഗമിക്കുന്നു, അല്ലെങ്കിൽ അത് ചിതയ്ക്ക് തിരി കൊളുത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ശരീരം അഗ്നിനാളങ്ങൾ ഏറ്റുവാങ്ങിയിരിക്കുന്നു. വിനോദ്, തീർച്ചയായും രാഷ്ട്രം അദ്ദേഹത്തിന് അർഹിക്കുന്ന നിലയിലുള്ള വിടവാങ്ങൽ തന്നെയാണ് നൽകിയത്. പൂർണ്ണ സൈനിക ബഹുമതികളോടെ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര കർമ്മങ്ങൾ പൂർത്തിയാക്കിയത്. രാജ്യം എല്ലാവിധ ആദരവും, നന്ദഗോപൻ എല്ലാവിധ ആദരവും അദ്ദേഹത്തിന് നൽകിയെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം മരണം അടഞ്ഞത് മുതൽ, ആ നിമിഷം മുതൽ നമ്മുടെ രാഷ്ട്രം അദ്ദേഹത്തിൻ്റെ വിടവാങ്ങലിൽ വേദനയോടെ ആ കുടുംബത്തിനൊപ്പം ഉണ്ടായിരുന്നു. എല്ലാവിധ ആദരവും നൽകിയാണ് അദ്ദേഹത്തിന് പൂർണ്ണ സൈനിക ബഹുമതികളോടെ സമ്പൂർണ്ണമായ ആദരവ് നൽകി തന്നെയല്ലേ ശവസംസ്കാര കർമ്മങ്ങൾ പൂർത്തിയാക്കിയത്. അതായത് രാഷ്ട്രപതി, അതുപോലെ തന്നെ പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖർ പങ്കെടുത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങിന് രാഷ്ട്രം നൽകിയ പ്രാധാന്യം നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതല്ലേ നന്ദഗോപൻ? തീർച്ചയായിട്ടും രാജ്യം അർഹിക്കുന്ന പരിഗണന നൽകിയാണ് അദ്ദേഹത്തിന് അന്ത്യയാത്ര നൽകിയത്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ആഭ്യന്തരമന്ത്രി, അതേപോലെ തന്നെ പ്രതിരോധ മന്ത്രി അടക്കമുള്ള പ്രമുഖർ അവസാനം ഈ ഒരു ചടങ്ങിൽ അല്ലെങ്കിൽ ഈ അന്തിമോപചാരം അർപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങുകൾ നടക്കുന്നിടത്തേക്ക് എത്തി. മാത്രമല്ല ഓരോ ഇതുമായി ബന്ധപ്പെട്ട ഓരോ നിമിഷങ്ങളും പരിശോധിച്ചാൽ കൃത്യമായി കേന്ദ്ര സർക്കാർ അദ്ദേഹത്തിന് അർഹിക്കുന്ന പരിഗണന തന്നെ നൽകി എന്നുള്ള കാര്യം ബോധ്യമാണ്. അതേസമയം രാഷ്ട്രീയ ആരോപണങ്ങൾ നിലനിൽക്കുന്നു. അതായത് വ്യാഴാഴ്ച രാത്രി അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു, അദ്ദേഹത്തിന്റെ നില ഗുരുതരമായി തുടരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ കേന്ദ്ര ആരോഗ്യമന്ത്രിയും അതേപോലെ തന്നെ BJPയുടെ ദേശീയ അധ്യക്ഷനുമായ JP നദ്ദ അദ്ദേഹം ആശുപത്രിയിലേക്ക്, ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എത്തുകയായിരുന്നു. പിന്നീടാണ് അദ്ദേഹത്തിന്റെ മരണം പോലും സ്ഥിരീകരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ മൃതദേഹം വ്യാഴാഴ്ച രാത്രി തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക്, മോട്ടിലാൽ നെഹ്റു മാർഗിലെ 3-ാം നമ്പർ വസതിയിലേക്ക് മാറ്റി. അവിടെ പ്രധാനമന്ത്രി, അതേപോലെ തന്നെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി തുടങ്ങിയ പ്രമുഖർ, ആഭ്യന്തരമന്ത്രി, അതേപോലെ തന്നെ രാജ്നാഥ് സിംഗ് അടക്കം അവിടെ പ്രമുഖരെത്തി അന്തിമോപചാരം അർപ്പിക്കുകയുണ്ടായി. പിന്നീട് ആണ് കോൺഗ്രസ് ആസ്ഥാനത്തേക്ക് മാറ്റിയപ്പോഴാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ, AICC അധ്യക്ഷനടക്കം മല്ലികാർജ്ജുന ഖാർഗെ അടക്കം അദ്ദേഹത്തിന് ആദരവർപ്പിച്ചത്. ഏറ്റവും ഒടുവിലായി അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങുകൾ നടക്കുന്ന ആ മുഹൂർത്തത്തിൽ പോലും രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും അടക്കം പങ്കെടുത്തു, പ്രധാനമന്ത്രി അടക്കം പങ്കെടുത്തു എന്നുള്ളത് രാജ്യം അദ്ദേഹത്തോട് എത്രമാത്രം ബഹുമാനം കാട്ടുന്നു എന്നതിന്റെ മകുടോദാഹരണമാണ്. പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ മുൻ പ്രധാനമന്ത്രി എന്നതിലുപരി അദ്ദേഹം രാഷ്ട്രത്തിന് നൽകിയ, മൻമോഹൻ സിംഗ് എന്ന ഒരു ധനകാര്യ വിദഗ്ധൻ അദ്ദേഹം രാഷ്ട്രത്തിന് നൽകിയ സംഭാവനകൾ അളവുറ്റതാണ്. ആ സംഭാവനകളുടെ പേരിൽ തന്നെ, അല്ലെങ്കിൽ അദ്ദേഹം നൽകിയ സംഭാവനകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രാജ്യം അദ്ദേഹത്തിന് ഇത്രമാത്രം വലിയ ആദരവ് നൽകിയത് എന്നുള്ളതാണ്
ഏറെ പ്രത്യേകത. ഭാരതത്തിന്റെ 13ാമത്തെയും 14ാമത്തെയും 2 തവണ അങ്ങനെ അദ്ദേഹം പ്രധാനമന്ത്രി പദം അലങ്കരിച്ചു. രാജ്യാന്തര തലത്തിൽ അദ്ദേഹം ശ്രദ്ധേയനായത് ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനായാണ്. ഭാരതത്തിന്റെ വിഭജനത്തിന് മുമ്പ് രാഷ്ട്രത്തിൻ്റെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് രാജ്യം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ തന്നെ വിട ചൊല്ലിയിരിക്കുന്നു. രാഷ്ട്രപതി, പ്രധാനമന്ത്രി അടക്കമുള്ള പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. ഡൽഹിയിലാണ് മതാചാരപ്രകാരമുള്ള എല്ലാ ചടങ്ങുകളും പൂർത്തിയാക്കി പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ശവസംസ്കാര കർമ്മങ്ങൾ അല്പസമയത്തിനകം പൂർത്തിയാക്കിയത്. വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് നൽകുകയായിരുന്നു നന്ദഗോപൻ. ഇനി മറ്റു വാർത്തകളിലേക്ക്. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ മുൻ MLA KV കുഞ്ഞിരാമൻ കുറ്റക്കാരൻ. കേസിലെ 1ാം പ്രതിയും മുൻ പെരിയ CPM LC അംഗവുമായ പീതാംബരൻ ഉൾപ്പെടെ 14 പാർട്ടി പ്രവർത്തകർ കുറ്റക്കാരെന്ന് തെളിഞ്ഞു. 10 പേരെ വെറുതെ വിട്ടു. 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കെതിരെ കൊലക്കുറ്റം, ഗൂഢാലോചന കുറ്റങ്ങൾ തെളിഞ്ഞു. ശിക്ഷാവിധി ജനുവരി 3 പ്രഖ്യാപിക്കും. കൂടുതൽ വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, കൊച്ചി CBI കോടതിയിൽ ഇന്ന് നടത്തിയ വിധി, അതിൽ 24 കുറ്റക്കാരാണ് ഉണ്ടായിരുന്നത്. പെരിയ ഇരട്ട കൊലപാതക കേസ് കേരളത്തെ ഒന്നാകെ ഞെട്ടിച്ച കൊലപാതകമായിരുന്നു അത്. അതിൽ 24 പ്രതികളാണ് ഉണ്ടായിരുന്നത്. അതിൽ 14 പേർ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തുന്നു. 10 പേരെ വെറുതെ വിടുന്നു. മുൻ MLA KV കുഞ്ഞിരാമൻ അടക്കമുള്ള CPMൻ്റെ പ്രാദേശിക നേതാക്കൾ ഈ കേസിലെ പ്രതികളാണ്. കൂടുതൽ വിവരങ്ങൾ ജിജീഷ്. വിനോദ് പറഞ്ഞതുപോലെ തന്നെ ഏറെ രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ച ഒരു ഇരട്ട കൊലപാതക കേസിൽ, രാഷ്ട്രീയ കൊലപാതക കേസിലാണ് 14 പ്രതികളിൽ 10 പേരും 14 പേരും 24 പ്രതികളിൽ 14 പേരും കുറ്റക്കാരാണ് എന്ന് കൊച്ചിയിലെ CBI കോടതി വിധിച്ചിരിക്കുന്നത്. അവർക്കുള്ള ശിക്ഷാവിധി 3-ാം തീയതി പ്രഖ്യാപിക്കും. എല്ലാവരും, രാഷ്ട്രീയ കേരളം തന്നെ കാത്തിരുന്ന ഒരു വിധി തന്നെയാണ് ഇത്. പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം അവരും വ്യക്തമാക്കിയത് പ്രതികൾക്ക് പരമാവധി പ്രതികൾക്ക് ശിക്ഷ ലഭിക്കുന്നതിന് തങ്ങൾ മുന്നോട്ട് വെച്ച തെളിവുകൾ കാരണമായിട്ടുണ്ട് എന്നത് തന്നെയാണ് ഈ കാര്യത്തിൽ അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം നേരത്തെ 14 പ്രതികളായിരുന്നു ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിച്ചപ്പോൾ ഉണ്ടായിരുന്നത്. പിന്നീട് ഇതിന്റെ ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നത് CBI അന്വേഷണത്തെ തുടർന്നാണ്. CBI അന്വേഷണത്തിലേക്ക് കടക്കുന്നു. തുടർന്ന് വിശദമായ അന്വേഷണത്തിലാണ് ഇതിന് പിന്നിൽ ഈ ഒരു കൊലപാതകത്തിന്റെ ഗൂഢാലോചനയിൽ പ്രവർത്തിച്ച KV കുഞ്ഞിരാമൻ അടക്കമുള്ള മുൻ MLA അടക്കമുള്ള നേതാക്കളുടെ പങ്കാളിത്തം വ്യക്തമാകുന്നതും അവർ കൂടി ഈ കേസിൽ ഉൾപ്പെടുന്നതും ഇപ്പോൾ കോടതി അവർ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ശാസ്ത്രീയ തെളിവുകൾ, ആയുധങ്ങൾ വെച്ച് മുറിവേൽപ്പിച്ചത് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഈ ആയുധങ്ങളുടെ മുറിവുകളും തമ്മിൽ പൊരുത്തപ്പെടുന്ന കണ്ടെത്തലുകൾ തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല. ശാസ്ത്രീയവും വിശദവുമായ അന്വേഷണത്തിലാണ് അത് കണ്ടെത്താൻ കഴിയുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ഈ 14 പ്രതികൾ കുറ്റക്കാരാണ് എന്ന നിലയിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇവർക്ക് ഇതിൽ കൊലപാതകം, ഗൂഢാലോചന, ഒപ്പം തന്നെ അത്തരം കാര്യങ്ങൾ തന്നെയാണ് പ്രധാനമായും ആയുധങ്ങൾ വെച്ച് മുറിവേൽപ്പിക്കൽ അടക്കമുള്ള വിവിധ കുറ്റങ്ങൾ ഇവർക്കെതിരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് പ്രകാരമുള്ള കുറ്റം ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ തന്നെയാണ് ഇതിൽ 8 പ്രതികൾ ചെയ്തിരിക്കുന്നത്. മറ്റു പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചത് അടക്കമുള്ള കുറ്റങ്ങളാണ് KV കുഞ്ഞിരാമനെതിരെയെല്ലാം ഉള്ളത്. പ്രതികളെ സ്റ്റേഷനിൽ നിന്ന് ബലം പ്രയോഗിച്ച് മോചിപ്പിച്ചു കൊണ്ടുപോയി എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. കൃത്യമായ ആസൂത്രണത്തോടെയാണ് ഈ കൊലപാതകങ്ങൾ നടത്തിയിരിക്കുന്നത് എന്ന് തന്നെയായിരുന്നു CBIയുടെ കണ്ടെത്തൽ. വ്യക്തി വൈരാഗ്യവും ഒപ്പം തന്നെ രാഷ്ട്രീയ വൈരാഗ്യവും നിമിത്തം ശരത് ലാലിനെയും കൃപേഷിനെയും ആസൂത്രിതമായി തന്നെ 2019 കൊലപ്പെടുത്തുന്നു. അതിനുശേഷം 6 വർഷങ്ങൾക്ക് ശേഷമാണ്, നീണ്ട നിയമ പോരാട്ടത്തിന് ശേഷമാണ് ഇത് കോടതിയിലെത്തിയ ഘട്ടത്തിൽ ഹൈക്കോടതിയിൽ ആദ്യം ഇത് CBI അന്വേഷണം വന്നപ്പോൾ, അല്ലെങ്കിൽ അത്തരം സാധ്യതകൾ ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം സമീപിച്ചപ്പോൾ, ഇരുവരുടെയും കൊല്ലപ്പെട്ട 2 പേരുടെയും കുടുംബങ്ങൾ, ശരത് ലാലിനെയും കൃപേഷിനെയും കുടുംബാംഗങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ അവിടെ സർക്കാർ അതിനെ എതിർത്തുകൊണ്ടുള്ള നിയമ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു. CBI അന്വേഷണത്തിന്റെ ആവശ്യമില്ല, ക്രൈംബ്രാഞ്ച് അന്വേഷണം മാത്രം പര്യാപ്തമാണ് എന്ന കാര്യമാണ് ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ കുടുംബാംഗങ്ങളുടെ ആവശ്യം കോടതി പിന്നീട് പരിഗണിച്ചു. അത് പ്രകാരം CBI അന്വേഷണം നടക്കട്ടെ എന്നൊരു നിർദ്ദേശത്തിലേക്ക് കോടതി പോയി. വീണ്ടും ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് സുപ്രീം കോടതിയിലും CBI അന്വേഷണത്തെ തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. എന്നാൽ അതിനെല്ലാം ഏറ്റ വലിയ ഒരു തിരിച്ചടി വ്യക്തമാണ്. ജിജീഷ്, പെരിയയിലെ ഇരട്ട കൊലപാതക കേസിലാണ് കൊച്ചി CBI കോടതി ഇന്ന്
കുറ്റക്കാരായ 14 പേർ കുറ്റക്കാരാണ് എന്നുള്ള കണ്ടെത്തൽ നടത്തിയിട്ടുള്ളത്. 24 പ്രതികളിൽ 14 പേർ കുറ്റക്കാരാണ്. KV കുഞ്ഞിരാമൻ അടക്കമുള്ള മുൻ MLA KV കുഞ്ഞിരാമൻ അടക്കമുള്ള CPMൻ്റെ 14 പ്രവർത്തകരാണ് ഈ കേസിലെ പ്രതികൾ. 10 പേരെ വെറുതെ വിട്ടിരിക്കുന്നു. ശിക്ഷാവിധി ജനുവരി 3 കോടതി പ്രഖ്യാപിക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ്. CPM നടത്തിയ നിഷ്ഠൂര കൊലപാതകമാണ് പെരിയയിലേതെന്ന് T. സിദ്ദിഖ് MLA. കൊലപാതകം ആസൂത്രണം ചെയ്തത് CPMൻ്റെ ഉന്നത നേതൃത്വമാണ്. പ്രതികൾക്ക് അഭയം നൽകിയതും കൊലപാതകം നടത്തിയതും CPMകാർ. കൃത്യമായ ശിക്ഷ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും T. സിദ്ദിഖ് പറഞ്ഞു. CPM നടത്തിയ ഏറ്റവും നിഷ്ഠൂരമായിട്ടുള്ള കൊലപാതകങ്ങളിൽ ഒന്നായിരുന്നു ശരത്ലാലിൻ്റെ കൃപേഷിൻ്റെ കൊലപാതകം. CPMൻ്റെ ഉന്നതരായ നേതാക്കന്മാർ ശ്രീ പീതാംബരൻ ഉൾപ്പെടെ മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൽ പ്രതിയാണ് എന്നുള്ളത് കോടതി പറഞ്ഞിരിക്കുക. ഈ പ്രതികൾക്കെതിരെ കടുത്ത ശിക്ഷ ലഭിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ. CPMൻ്റെ നരഹത്യക്കെതിരായി CPMൻ്റെ കൊലപാതക രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള താക്കീതാണ് ഈ വിധിന്യായം. ശിക്ഷിക്കപ്പെടുന്നത് CPMൻ്റെ കൊലപാതക രാഷ്ട്രീയ സമീപനമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ വെറുതെ വിട്ടവർക്കെതിരെ നിയമ പോരാട്ടം തുടരും. കൊലയാളികളെ സംരക്ഷിക്കാൻ ഖജനാവിൽ നിന്ന് 2 കോടി രൂപ ചെലവഴിച്ചെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. ഈ കേസിനകത്ത് ഈ 14 പേർ മാത്രമല്ല ശിക്ഷിക്കപ്പെടുന്നത്. ഈ 14 പേർക്കൊപ്പം ശിക്ഷിക്കപ്പെടുന്നത് CPMൻ്റെ കൊലപാതക രാഷ്ട്രീയവും ശ്രീ പിണറായി വിജയൻ്റെ കൊലയാളികളെ സംരക്ഷിക്കുന്ന രാഷ്ട്രീയം കൂടിയാണ് ശിക്ഷിക്കപ്പെടുന്നത്. ഇതിനകത്ത് കോടതി ശിക്ഷ വിധിക്കാതിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും എതിരായിട്ടുള്ള നിയമ പോരാട്ടം പ്രസ്ഥാനവും ആ കുടുംബത്തോടൊപ്പം നിന്ന് തുടരുക തന്നെ ചെയ്യും. 2 കോടിയോടടുത്ത് രൂപയാണ് പൊതുഖജനാവിൽ നിന്ന് ഈ കൊലയാളികളെ സംരക്ഷിക്കുവാൻ വേണ്ടി മാത്രം CBI എത്താതിരിക്കുവാൻ വേണ്ടി മാത്രമായി സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത്. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ വിധി ആശ്വാസകരമെന്ന് PC വിശ്വനാഥ് MLA. കേസിന്റെ തുടക്കം മുതൽ സർക്കാർ അട്ടിമറിക്കാൻ ശ്രമിച്ചു. കേസ് CBIക്ക് കൈമാറാതിരിക്കാൻ ശ്രമിച്ചു. തെളിവ് നശിപ്പിക്കാനും ശ്രമം നടന്നുവെന്നും വിശ്വനാഥ് പറഞ്ഞു. ഇതിൽ ഞങ്ങൾക്കെല്ലാം വലിയ ആശ്വാസമാണ്. ആ കുടുംബത്തിന് നീതി ലഭിച്ചു എന്ന സംതൃപ്തിയാണ്. ഇതിൻ്റെ പിന്നിൽ വലിയ നിയമ പോരാട്ടം കുടുംബവും പാർട്ടിയും നടത്തി. അതെല്ലാം വിജയത്തിലേക്ക് എത്തി എന്നുള്ളതിൻ്റെ ആശ്വാസമുണ്ട്. ഈ കേസ് ആദ്യം മുതൽ അട്ടിമറിക്കാൻ ഗവൺമെൻറ് വളരെ മനഃപൂർവ്വം പരിശ്രമിച്ചതാണ്. ഇതിനകത്ത് തെളിവ് നശിപ്പിക്കാൻ പരിശ്രമിച്ചതാണ്. കുറ്റക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി പരിശ്രമിച്ചതാണ്. CBI അന്വേഷണത്തിന് ഉത്തരവുണ്ടായിട്ടും കേസ് ഡയറി CBIക്ക് കൈമാറാതിരിക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിച്ചതാണ്. ഒടുവിൽ കോടതി ഇടപെട്ടിട്ടാണ് കേസ് ഡയറി അവർക്ക് CBIക്ക് കൈമാറേണ്ടി വന്നത്. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികളെ ന്യായീകരിച്ച് LDF കൺവീനർ TP രാമകൃഷ്ണൻ. കേസിൽ നിരപരാധികൾ ഉൾപ്പെട്ടിട്ടുണ്ട്. CPM ആസൂത്രണം ചെയ്ത ഒരു കൊലപാതകവും കേരളത്തിൽ നടന്നിട്ടില്ല. TP കേസുമായി ഇതിനെ താരതമ്യം ചെയ്യാൻ പറ്റില്ല എന്നും TP രാമകൃഷ്ണൻ കോഴിക്കോട്ട് പ്രതികരിച്ചു. കോടതി വിധി അംഗീകരിച്ചുകൊണ്ടുള്ള സമീപനമാണ് ആർക്കും പൊതുവെ സ്വീകരിക്കാൻ കഴിയും. നിയമവാഴ്ചയിൽ അത്തരമൊരു നിലപാട് സ്വീകരിച്ചേ പറ്റുള്ളൂ. ഇതിൽ ഈ കേസിൽ നിരപരാധികളായിട്ടുള്ള ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. കേസിൽ കുറ്റം ചെയ്യാത്തവർ ആ കേസിൽ പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കോടതി വിധി ആരായാലും എന്തായാലും അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. CPM ആസൂത്രണം ചെയ്ത ഒരു കൊലയും കേരളത്തിലില്ല. ഇത് കാസർകോട്ടുള്ള പ്രശ്നമാണ്. ഇതൊരു സ്റ്റേറ്റ് ഇഷ്യൂ അല്ല. ADM നവീൻ ബാബുവിനെതിരെ അഴിമതി ആരോപിച്ച് പരാതി നൽകിയിരുന്നുവെന്ന TV പ്രശാന്തിൻ്റെ വാദം പൊളിയുന്നു. മുഖ്യമന്ത്രിയുടെ പൊതുജന പരാതി പരിഹാര സെല്ലിൽ TV പ്രശാന്തിൻ്റെ പരാതി ലഭിച്ചിട്ടില്ല. ഇരിക്കൂർ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി TNA ഖാദർ നൽകിയ വിവരാവകാശ അപേക്ഷയ്ക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മറുപടി നൽകിയത് ഇങ്ങനെയാണ്. കോഴിക്കോട് നിന്നും മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, നേരത്തെ പറഞ്ഞു കേട്ടത് പ്രശാന്ത് നേരത്തെ മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിൽ പരാതി നൽകിയിട്ടുണ്ട്. ADM നവീൻ ബാബുവിനെതിരെ അഴിമതി ആരോപിച്ച് പരാതി നൽകിയിരുന്നു എന്ന് TV പ്രശാന്ത് നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ അങ്ങനെ ഒരു പരാതി ലഭിച്ചിട്ടില്ല എന്ന് വിവരാവകാശ രേഖ പുറത്തു വരുന്നു. കൂടുതൽ വിവരങ്ങൾ മിഥുൻ പിള്ള. വിനോദ്, ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് TV എന്ന വ്യക്തി രംഗത്ത് വന്നത്. എന്നാൽ അന്ന് പറഞ്ഞിരുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് TV പ്രശാന്തൻ പരാതി നൽകിയിരുന്നു എന്നൊരു വിവരമാണ്.
എന്നാൽ ഇപ്പോൾ പുറത്തു വന്ന വിവരം പ്രകാരം അത്തരമൊരു പരാതി നവീൻ ബാബുവിനെതിരെ TV പ്രശാന്തൻ നൽകിയിട്ടില്ല എന്നാണ്. മുഖ്യമന്ത്രിയുടെ പൊതുജന പരാതി പരിഹാര സെല്ലിൽ TV പ്രശാന്തന്റെ പരാതി കിട്ടിയിട്ടില്ല എന്ന മറുപടിയാണ് വിവരാവകാശ അപേക്ഷയ്ക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകിയിരിക്കുന്ന മറുപടി. ഇരിക്കൂർ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറിയായ TNA ഖാദർ നൽകിയ അപേക്ഷയ്ക്കാണ് ഇത്തരമൊരു മറുപടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. മാത്രമല്ല, നേരത്തെ ഇത്തരത്തിലൊരു വിവരാവകാശ അപേക്ഷ നൽകിയ സമയത്ത് ഇതിന്റെ കൃത്യമായ കാലയളവ് രേഖപ്പെടുത്തിയിരിക്കുന്ന കാരണം പറഞ്ഞുകൊണ്ട് ഈ വിവരാവകാശ രേഖ മടക്കി അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് വീണ്ടും ഈ മുസ്ലിം ലീഗ് നേതാവ് വിവരാവകാശ അപേക്ഷ കൊടുക്കുകയും തുടർന്ന് വന്ന മറുപടിയിലാണ് ഇത്തരമൊരു പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഭിച്ചിട്ടില്ല എന്നൊരു മറുപടി ലഭിച്ചിരിക്കുന്നത്. വിനോദ്, തീർച്ചയായും പ്രശാന്താണ് ADM നവീൻ ബാബുവിനെതിരെ നവീൻ ബാബുവിനെതിരെ പരാതി നൽകിയിട്ടുണ്ട്, മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിലേക്ക് പരാതി നൽകിയിട്ടുണ്ട് എന്നായിരുന്നു TV പ്രശാന്തിൻ്റെ വാദം. എന്നാൽ അങ്ങനെ ഒരു പരാതി ലഭിച്ചിട്ടേ ഇല്ല എന്നുള്ള വിവരാവകാശ രേഖയാണ് ഇപ്പോൾ പുറത്തു വന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്നും മിഥുൻ പിള്ള. ADM നവീൻ ബാബുവിൻ്റെ മരണത്തിൽ കുടുംബത്തിൻ്റെ ഹർജി തീർപ്പാക്കി. തെളിവുകൾ സംരക്ഷിക്കുന്നുണ്ട് എന്ന അന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ട് പരിഗണിച്ചാണ് കോടതിയുടെ നടപടി. കണ്ണൂർ ടൗൺ SHO ആണ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. ആവശ്യമായ തെളിവുകൾ ശേഖരിച്ചു വരികയാണെന്നും പോലീസ് റിപ്പോർട്ട് നൽകി. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, കൂടുതൽ വിവരങ്ങൾ. വിനോദ്, ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബം നൽകിയ ഹർജിയാണ് കോടതി തീർപ്പാക്കിയത്. കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഈ ഒരു ഹർജി തീർപ്പാക്കുന്ന സാഹചര്യം ഉണ്ടായത്. തെളിവുകൾ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കുടുംബം കോടതിയെ സമീപിച്ചത്. എന്നാൽ ഈ തെളിവുകളൊക്കെ തന്നെ സംരക്ഷിക്കുന്നുണ്ട് എന്ന അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ടാണ് കോടതി ഈ ഹർജി തീർപ്പാക്കാൻ തീരുമാനിച്ചത്. കണ്ണൂർ ടൗൺ SHO ആയ ശ്രീജിത്ത് കൊടേരിയാണ് കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകിയത്. ആവശ്യമായ തെളിവുകളൊക്കെ തന്നെ ശേഖരിച്ചു വരികയാണെന്നും പോലീസ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. കുടുംബം ആവശ്യപ്പെട്ടതെല്ലാം തന്നെ പ്രോസിക്യൂഷൻ പരിഗണിക്കുന്നുണ്ട് എന്ന ഒരു റിപ്പോർട്ട് കൂടിയാണ് ഈ പ്രോസിക്യൂഷൻ കോടതിയിൽ നൽകിയിരിക്കുന്നത്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഹർജി കോടതി തീർപ്പാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. വിനോദ്, തീർച്ചയായും ADM നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട തെളിവുകൾ കൃത്യമായി സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ള മറുപടിയാണ് അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. ഇതിന്മേലാണ് കോടതിയുടെ നടപടി. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ പിള്ള. തിരുവനന്തപുരത്ത് പാലസ്തീൻ അനുകൂല പോസ്റ്റർ പതിച്ച ഒരാൾ അറസ്റ്റിൽ. ബംഗ്ലാദേശി സ്വദേശിയെന്ന് സംശയിക്കുന്ന ഇക്ബാലിനെ ഫോർട്ട് പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം മണക്കാടാണ് ഈ പോസ്റ്റർ പതിച്ചത്. വിവരങ്ങളുമായി വിനീഷ് ചേരുന്നു. വിനീഷ്, പാലസ്തീൻ അനുകൂല പോസ്റ്റർ തലസ്ഥാനത്ത് പ്രത്യക്ഷപ്പെടുന്നു. അതുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശി സ്വദേശിയെന്ന് സംശയിക്കുന്ന ഒരാളെയാണല്ലോ പോലീസ് പിടികൂടിയത്. കൂടുതൽ വിവരങ്ങൾ വിനീഷ കേൾക്കാമെങ്കിൽ. തിരുവനന്തപുരം മണക്കാട് പാലസ്തീൻ അനുകൂല പോസ്റ്റർ പതിച്ച ഒരാൾ പിടിയിലായിരിക്കുന്നു. ബംഗ്ലാദേശി സ്വദേശിയെന്ന് സംശയിക്കുകയാണ് ഇയാളെ. ഇക്ബാൽ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഫോർട്ട് പോലീസാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. തിരുവനന്തപുരം മണക്കാട്ട് പ്രേ ഫോർ പാലസ്തീൻ എന്ന് എഴുതിയ പോസ്റ്റർ, അത് കയ്യെഴുത്ത് പോസ്റ്ററാണ്. ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമാണ്. മണക്കാട് ഭാഗത്താണ് ഇത്തരത്തിലൊരു പോസ്റ്റർ പതിച്ചിട്ടുള്ളത്. അതിനുശേഷം ഒരു പേരാണ് എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അത് ഒപ്പാണെന്ന് തോന്നുന്നു. ആ ഒരു നിലയിലാണ് ഒരു കയ്യെഴുത്ത് പോസ്റ്റർ പതിച്ചതായി നമുക്ക് വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളത്. ഈ കേസിലാണ് ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത്. ബംഗ്ലാദേശി സ്വദേശിയാണെന്ന് സംശയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ വിനീഷ്? വിനോദ, ആ പോസ്റ്ററിൽ കാണുന്നത് ആദ്യം ഇംഗ്ലീഷ് അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നു, താഴെയായി ഉറുദു ഭാഷയാണ് അത് എഴുതിയിരിക്കുന്നത് എന്നാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. നിലവിൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള പോസ്റ്റർ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അട്ടക്കുളങ്ങര പ്രദേശത്തെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള പോസ്റ്റർ പാലസ്തീൻ അനുകൂല പോസ്റ്റർ കാണാൻ സാഹചര്യമുണ്ടായി. തുടർന്നാണ് പോലീസ് അന്വേഷണം നടത്തിയത്. അന്വേഷണം നടത്തുന്നതിനിടയിൽ പോലീസ്
സമീപത്തെ CCTV ദൃശ്യങ്ങളും പരിശോധിച്ചു. ഈ പരിശോധിക്കുമ്പോഴാണ് ഈ ആളിനെ കുറിച്ച്, ഇക്ബാൽ എന്ന വ്യക്തിയെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നത്. ഇദ്ദേഹം സമീപ പ്രദേശത്തായി ഒരു ഹോട്ടലിൽ ജീവനക്കാരനായി ജോലി ചെയ്തു വരുന്ന വ്യക്തിയാണ്. ഈ ഇക്ബാലിന്റെ മറ്റ് ഐഡന്റിറ്റിയോ മറ്റ് രേഖകളോ ഒന്നും തന്നെ ഇല്ല. ഇക്ബാൽ എവിടത്തുകാരനാണ് എന്ന സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു വിവരങ്ങളും പോലീസിന് ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഇക്ബാലിനെ പിടികൂടുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളാണോ ഈ ഒരു പോസ്റ്റർ പതിപ്പിച്ചത് എന്ന് പോലീസ് ആദ്യഘട്ടത്തിൽ അട്ടക്കുളങ്ങര പോലീസ് ചോദിക്കുമ്പോൾ തന്നെ താനാണ് പതിച്ചത് എന്ന നിലപാട് സ്വീകരിക്കുന്നു. ഒപ്പം തന്നെ പലസ്തീൻ അനുകൂല മുദ്രാവാക്യം പോലീസ് പിടികൂടുന്ന സമയത്ത് പോലും ഇദ്ദേഹം വിളിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെയാണ് പോലീസ് തുടർന്ന് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്തതിനു ശേഷം രേഖകൾ പരിശോധിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇദ്ദേഹത്തിന്റെ പക്കലിൽ ഏത് സ്വദേശിയാണ്, രാജ്യത്തിനകത്തുള്ള വ്യക്തിയാണോ പുറത്തുള്ള വ്യക്തിയാണോ എന്ന് സംബന്ധിച്ചുള്ള മറ്റൊരു രേഖകളും ഇദ്ദേഹത്തിന്റെ പക്കലില്ല. അങ്ങനെയാണ് പോലീസിന് ബംഗ്ലാദേശി സ്വദേശിയാണോ എന്ന് സംബന്ധിച്ചുള്ള ഒരു സംശയം പോലീസിന് ഉയർന്നു വരുന്നതും തുടർന്ന് പോലീസ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. മറ്റു രേഖകൾ ഇപ്പോഴും പോലീസ് പരിശോധിച്ചു വരികയാണ്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇദ്ദേഹത്തിന്റെ മറ്റു രേഖകളൊന്നും പോലീസിന് ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചില്ല. അതേസമയം തന്നെ പോലീസിന് വലിയ രീതിയിലുള്ള സംശയം ഉണ്ടാക്കുന്നത് ഈ പോലീസ് പിടികൂടുന്ന സമയത്ത് തന്നെ ഇദ്ദേഹം പാലസ്തീൻ അനുകൂല മുദ്രാവാക്യം വിളിക്കുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ഇത് മറ്റു തീവ്രവാദ ശക്തികളുടെ ഇടപെടൽ ഈ ഒരു പോസ്റ്ററിനുള്ളിൽ ഉണ്ടോ എന്ന് സംബന്ധിച്ചുള്ള തീവ്രവാദ ശക്തികളുടെ ഇടപെടൽ, പാലസ്തീൻ അനുകൂല പോസ്റ്റർ പതിച്ചതിൽ തീവ്രവാദ ശക്തികളുടെ ഇടപെടൽ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പോലീസ് അന്വേഷിക്കുകയാണ്. തിരുവനന്തപുരം മണക്കാടാണ് പാലസ്തീൻ അനുകൂല പോസ്റ്റർ പതിച്ച ഇക്ബാൽ എന്നുള്ള ഒരാളെ പിടികൂടിയത്. ഇയാൾ ബംഗ്ലാദേശി സ്വദേശിയാണെന്ന് സംശയിക്കുന്നു. പോലീസ് കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ച് വരികയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു വി വിനീഷ്. കേക്ക് വിവാദത്തിൽ കെ സുരേന്ദ്രൻ്റെ മറുപടിക്ക് പിന്നാലെ തടിയൂരി VS സുനിൽകുമാർ. ഇനി കേക്ക് വിവാദവുമായി മുന്നോട്ട് പോകുന്നില്ല, തൃശൂർ മേയർക്ക് മറുപടി പറയുന്നില്ല എന്നും VS സുനിൽകുമാർ പ്രതികരിച്ചു. സുനിൽകുമാറിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടെന്നും തൻ്റെ വീട്ടിൽ അദ്ദേഹം വന്നിട്ടുണ്ട് എന്നും കെ സുരേന്ദ്രൻ മറുപടി പറഞ്ഞിരുന്നു. അതേസമയം സുനിൽകുമാറിനെ തള്ളി CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജും രംഗത്തെത്തി. വത്സരാജിൻ്റെ വാക്കുകളിലേക്ക്. അത് സുരേന്ദ്രൻ തന്നെ വ്യക്തമാക്കി. സുരേന്ദ്രന്റെ പോസ്റ്റിൽ തന്നെ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും അവസാനം പറഞ്ഞ വാക്കുണ്ടല്ലോ, അത് തന്നെയാണ് അതിന്റെ മറുപടി. കറക്റ്റ് മറുപടി മാന്യമായ നിലയിൽ തന്നെ BJP പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളൂ. പിന്നെ അതിന് വേറെ ഞാൻ പിന്നെ അത് വിവാദമാക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ വിവാദമൊന്നുമില്ല, അതിനകത്തൊരു വിവാദമില്ല. ഇത് രണ്ടാണെന്നൊക്കെ എല്ലാവർക്കും അറിയാലോ. ഞാൻ ഇന്നലെ പറയാനുള്ള കാര്യങ്ങൾ വളരെ വ്യക്തതയോടുകൂടി പറഞ്ഞ കാര്യങ്ങളാണ്. അത് ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ട്. അതിനകത്ത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഇനി അതിനെപ്പറ്റി ഇനി ഒരു വിവാദം ഉണ്ടാക്കാനോ പുതിയ മറുപടി പറയാനോ ഇനി ആരെങ്കിലും അതിനെപ്പറ്റി എന്തെങ്കിലും വീണ്ടും ആവർത്തി പറഞ്ഞ മറുപടി പറയാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മുൻമന്ത്രി VS സുനിൽകുമാറിൻ്റെ പ്രതികരണമാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. ഈ വിഷയത്തിൽ CPI ജില്ലാ സെക്രട്ടറി വത്സരാജിൻ്റെ പ്രതികരണവും നമുക്കുണ്ട്, അത് കേൾക്കാം. അതൊക്കെ സാധാരണഗതിയിൽ ഉണ്ടാവുമല്ലോ. അത് വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലും സൗഹൃദത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ പരസ്പരം കാണുകയും സൗഹൃദം പങ്കുവയ്ക്കുന്നതൊക്കെ ഈ ജനാധിപത്യ വ്യവസ്ഥയിലുള്ള കാര്യമല്ലേ, അല്ലെങ്കിൽ മനുഷ്യന്റെ സഹജമായ കാര്യങ്ങളല്ലേ. അതിലൊന്നും എന്തെങ്കിലും തെറ്റുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. വിശദീകരണം ചോദിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടോ? അതിന്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അത് ഒരു വിവാദമാക്കേണ്ട കാര്യമില്ല. അതവിടെ വെച്ച് അത് ആൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അത് കൂടുതൽ വിവരങ്ങളുമായി ആനന്ദ് പുത്തൂർ ചേരുന്നു. ആനന്ദ്, കഴിഞ്ഞ ദിവസമാണ് ഒരു കാര്യവുമില്ലാതെ VS സുനിൽകുമാർ ഒരു വിവാദത്തിന് തുടക്കം കുറിക്കുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ മേയർക്ക് ഒരു കേക്ക് നൽകിയതുമായി ബന്ധപ്പെട്ടാണ് VS സുനിൽകുമാർ ആക്ഷേപം ഉന്നയിച്ചത്. തൃശ്ശൂർ മേയർ ഇവിടെ ചോറും അവിടെ കൂറുമുള്ള വ്യക്തിയാണ് എന്നുള്ള നിലയിലാണ്. അദ്ദേഹം BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് ഇത്തരത്തിലുള്ള വ്യക്തിബന്ധങ്ങളെ അദ്ദേഹം മോശമായി ചിത്രീകരിച്ച് പറഞ്ഞത്. എന്നാൽ ഇന്ന് ജില്ലാ സെക്രട്ടറി അത് കൃത്യമായി തള്ളിപ്പറയുകയും ചെയ്യുന്നു. ആനന്ദ് പുത്തൂർ, കൂടുതൽ വിവരങ്ങൾ. വിനോദ്, എന്തായാലും ഇനി കൂടുതൽ പ്രതികരണങ്ങൾക്കില്ല, ഇതൊരു വിവാദമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് VS സുനിൽകുമാർ ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞ് തടിയൂരാൻ വേണ്ടി ശ്രമിച്ചത്. സുരേന്ദ്രന്റെ വീട്ടിൽ പോയിട്ടുണ്ട്, അതൊരു സൗഹൃദ സന്ദർശനമാണ്, അത് സൗഹൃദമാണെന്ന് പറഞ്ഞ് BJP സംസ്ഥാന അധ്യക്ഷന്റെ വാക്കുകൾ അദ്ദേഹം ശരിവെക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും VS സുനിൽകുമാറിനെ ഇന്നലെ തന്നെ വലിയ വിമർശനങ്ങളാണ് ഈ ഒറ്റ പ്രതികരണം മൂലം നേരിടേണ്ടി വന്നത്. അത് മേയറുടെ ഭാഗത്തു നിന്നും CPI കൗൺസിലർ ഭാഗത്തു നിന്നും BJP ഭാഗത്തു നിന്നും വലിയ വിമർശനം നേരിടേണ്ടി വന്നിരുന്നു. ഇന്നിപ്പോൾ CPIയുടെ ജില്ലാ സെക്രട്ടറി KK വത്സരാജും സുനിൽകുമാറിനെ തള്ളിയിരിക്കുകയാണ്. അത് കേക്ക് വിഷയത്തിൽ മേയർ K സുരേന്ദ്രൻ മേയർ കേക്ക് വിഷയത്തിൽ അത്തരം ഒരു പ്രതികരണം സുനിൽകുമാർ നടത്തേണ്ടിയിരുന്നില്ല എന്നാണ് വത്സരാജ് പറയുന്നത്. സുനിൽകുമാറിന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണെന്നും CPIക്ക് പാർട്ടിക്ക് അത്തരത്തിലൊരു അഭിപ്രായമില്ല എന്നുമാണ്
ഇന്ന് മത്സരാജ് പറഞ്ഞത്. ആഘോഷവേളകളുടെ സന്ദർശനത്തെ രാഷ്ട്രീയമായി കാണേണ്ടതില്ലെന്നും മത്സരാജ് സൂചിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഇനി കൂടുതൽ പ്രതികരിച്ചുകൊണ്ട് വിവാദങ്ങൾക്കില്ല എന്നാണ് വി.എസ്. സുനിൽകുമാർ പറയുന്നത്. തീർച്ചയായും കേക്ക് വിവാദത്തിൽ CPI നേതാവും മുൻമന്ത്രിയുമായ വി.എസ്. സുനിൽകുമാർ ഒറ്റപ്പെടുന്ന സാഹചര്യമാണ് കാണുന്നത്. തൃശൂർ മേയർക്കെതിരെ അദ്ദേഹം ആക്ഷേപം ഉന്നയിച്ചുവെങ്കിലും പാർട്ടി ജില്ലാ സെക്രട്ടറി വി.എസ്. സുനിൽകുമാറിനെ തള്ളിപ്പറയുകയാണ്. കാരണം വ്യക്തിബന്ധങ്ങളെ ഇപ്പോൾ ഇത്തരത്തിൽ വലിച്ചിഴച്ച് വിവാദമാക്കേണ്ടതില്ല എന്നുള്ളതാണ് CPI ജില്ലാ സെക്രട്ടറിയുടെ അഭിപ്രായം. ആ വിവരങ്ങളാണ് ഈ റിപ്പോർട്ടിൽ ആനന്ദ് പുതൂർ പറഞ്ഞത്. വത്സരാജൻ്റെ വാക്കുകളിൽ നിന്നും ഒരു കാര്യം കൂടി ആനന്ദ്, വത്സരാജൻ്റെ വാക്കുകളിൽ നിന്നും സുനിൽകുമാർ ഇന്നലെ പറഞ്ഞത് ഇതൊക്കെ പാർട്ടിയുടെ അഭിപ്രായം എന്നുള്ള നിലയിലാണ്. അപ്പോൾ വത്സരാജൻ്റെ പ്രതികരണത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് ഇത്തരത്തിൽ സുനിൽകുമാർ പറയുന്നതിനെ പാർട്ടി അനുകൂലിക്കുന്നില്ല, സുനിൽകുമാർ പറയുന്നത് പാർട്ടിയുടെ ഭാഷ്യവുമല്ല, മേയറെ തള്ളിക്കൊണ്ടുള്ള ഒരു നിലപാട് CPI അവിടെ കൈക്കൊള്ളുന്നുമില്ല. അങ്ങനെ തന്നെയല്ലേ കരുതേണ്ടത് ആനന്ദ്? കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മേയർ പ്രതികരിച്ചിരുന്നു. അതായത് ക്രിസ്മസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്റെ വീട്ടിലേക്ക് ആര് വന്നാലും താൻ സ്വീകരിക്കും. കാരണം അന്നൊരു മഹത്തായ ഒരു ദിവസമാണ്, യേശുദേവൻ ജനിച്ച ദിവസമാണ്. അപ്പോൾ ആ തരത്തിലേക്കുള്ള സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് കെ സുരേന്ദ്രൻ വന്നത്. അതിന്റെ ഭാഗമായി സന്ദർശനമായിരുന്നു. അതൊരു കേക്കുകൾ പരസ്പരം കൈമാറുകയും അത്തരത്തിലുള്ള സംസ്ഥാന മാധ്യമങ്ങൾ നേടുകയും ചെയ്തിരുന്നു. അതിനെല്ലാം ഇത്തരത്തിൽ വിവാദമായി കാണുന്നില്ല എന്ന് കഴിഞ്ഞ ദിവസം മേയർ തന്നെ വ്യക്തമാക്കിയിരുന്നു. വി.എസ്. സുനിൽകുമാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് തനിക്ക് അറിയില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല വി.എസ്. സുനിൽകുമാർ ഇപ്പോൾ പുറത്തു നിൽക്കുന്ന ആളാണെന്നുള്ള രൂക്ഷമായിട്ടുള്ള ഒരു ഭാഷയിൽ കൂടി മേയർ പ്രതികരിച്ചിരുന്നു. എന്തായാലും അതിനെ തുടർന്ന് തന്നെ ഇന്ന് രാവിലെ വി.എസ്. സുനിൽകുമാറിന്റെ ആ പ്രതികരണവും നമുക്ക് മനസ്സിലാക്കാനുള്ള അദ്ദേഹം ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ CPIയുടെ ഒരു കൗൺസിലർ സതീഷ് കുമാറും അത്തരത്തിലൊരു നിലപാട് സൂചിപ്പിച്ചിരുന്നത് പാർട്ടിയുടെ നിലപാടല്ല എന്നൊരു ഭാഗത്തേക്ക് അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാലും ഇന്നിപ്പോൾ ജില്ലാ സെക്രട്ടറി തന്നെ നേരിട്ട് വന്നുകൊണ്ട് സുനിൽകുമാറിനെ തള്ളുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത്. സുനിൽകുമാറിന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണെന്ന് പറഞ്ഞുകൊണ്ട് സുനിൽകുമാറിന്റെ എല്ലാ പ്രതികരണങ്ങളെയും ഒറ്റപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള ഒരു പ്രതികരണമാണ് ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അത്തരത്തിലൊരു സന്ദർഭത്തിൽ, അതായത് ആ ഒരു ക്രിസ്മസ് ദിനത്തിലെ സന്ദർശനത്തിൽ അത്തരത്തിലൊരു പ്രതികരണം നടത്തേണ്ടിയിരുന്നില്ല എന്നടക്കം ജില്ലാ സെക്രട്ടറി പറയുന്നുണ്ട്. മാത്രമല്ല ഈ ആഘോഷവേളകളുടെ സന്ദർശനത്തെ രാഷ്ട്രീയമായി കാണരുതെന്നും മത്സരാജ് സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു വിവാദത്തിൽ സുനിൽകുമാർ ഒറ്റപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. തീർച്ചയായും തൃശ്ശൂരിലെ കേക്ക് വിവാദവുമായി ബന്ധപ്പെട്ടാണ് മുൻമന്ത്രി വി.എസ്. സുനിൽകുമാർ ഉയർത്തിയ ആരോപണത്തിൽ നിന്നും അദ്ദേഹം പുറകോട്ട് പോകുന്നത്. ജില്ലാ സെക്രട്ടറി തന്നെ അദ്ദേഹത്തെ തള്ളിപ്പറയുന്ന സാഹചര്യമുണ്ടായി. അതോടെ വിവാദത്തിന് ഇനിയില്ല എന്ന് സുനിൽകുമാർ പറയുകയും ചെയ്തു. വിവരങ്ങൾ നൽകുകയായിരുന്നു ആനന്ദ് പുതൂർ. ക്രിമിനലുകളെ വരവേറ്റും വിഭാഗീയത ഒടുങ്ങാതെയും CPM പത്തനംതിട്ട ജില്ലാ സമ്മേളനം. തിരുവല്ലയിലും കൊടുമണ്ണിലും നിലനിൽക്കുന്ന വിഭാഗീയ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകാതെ തുടരവെയാണ് ജില്ലാ സമ്മേളനം നടക്കുന്നത്. സമവായത്തിലൂടെ പുതിയ ജില്ലാ സെക്രട്ടറിയെയും പാർട്ടിക്ക് കണ്ടെത്തേണ്ടി വരും. ഇതിനിടയിൽ ഗുണ്ടാപട്ടികയിൽ ഉൾപ്പെട്ടവരെ അടക്കമുള്ള ക്രിമിനലുകളെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചതും വിവാദമായിട്ടുണ്ട്. ക്രിമിനൽ കേസ് പ്രതികളടക്കം 50 പേരെയാണ് ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി പാർട്ടിയിലേക്ക് സ്വീകരിച്ചത്. ഇതിൽ മലയാലപ്പുഴ സ്റ്റേഷനിലെ ഗുണ്ടാപട്ടികയിൽ ഉൾപ്പെട്ട സിദ്ദിഖിന്റെ പേരിലുള്ളത് 4 കേസുകൾ. പോലീസ് ഉദ്യോഗസ്ഥനെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തിയെന്ന് പത്തനംതിട്ട സ്റ്റേഷനിലും ഇയാൾക്കെതിരെ കേസുണ്ട്. പ്രമാണം സ്വദേശി അരുൺ വധശ്രമ കേസിൽ ജയിലിൽ നിന്നുമിറങ്ങിയിട്ട് ദിവസങ്ങളായിട്ടില്ല. നേരെ എത്തിയത് CPMലേക്ക്. മാസങ്ങൾക്ക് മുൻപ് കാപ്പ കേസ് പ്രതിയടക്കം CPM മാലയിട്ട് പാർട്ടിയിലേക്ക് സ്വീകരിച്ചിരുന്നു. സംഭവം അന്ന് വിവാദമായെങ്കിലും നേതൃത്വം തിരുത്താൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, കൂടുതൽ ക്രിമിനലുകളെ ഇപ്പോൾ പാർട്ടിയിലേക്ക് സ്വീകരിച്ചാനയിക്കുകയും ചെയ്യുന്നു. സമ്മേളനകാലത്തെ വിവാദങ്ങളിലൊന്നായി ഈ സംഭവം മാറുമ്പോൾ ലോക്കൽ സമ്മേളനങ്ങൾ മുതൽ പൊട്ടിപ്പുറപ്പെട്ട വിഭാഗീയത അതേപടി നിലനിൽക്കുകയും ചെയ്യുന്നു. കയ്യാങ്കളിയും വാക്കേറ്റവും മൂലം 2 തവണ മാറ്റിവെക്കേണ്ടി വന്ന തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ സമ്മേളനം നടത്താൻ പ്രശ്നപരിഹാരത്തിന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് ജില്ലയിലേക്ക് നേരിട്ട് വരേണ്ടി വന്നു. ഒരുവിധം ഏരിയ സമ്മേളനം പൂർത്തിയാക്കിയെങ്കിലും ജില്ലാ സമ്മേളനത്തിലും തിരുവല്ല വിഭാഗീയത നേതൃത്വത്തിന് തലവേദന സൃഷ്ടിക്കും. ജില്ലാ സെക്രട്ടറി KB ഉദയഭാനുവിന്റെ ഏരിയ കമ്മിറ്റിയായ കൊടുമണ്ണിലും വിഭാഗീയത രൂക്ഷമാണ്. പുതിയ ഏരിയ സെക്രട്ടറിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലടക്കം പാർട്ടി പ്രവർത്തകരും അനുഭാവികളും എതിർപ്പ് അറിയിച്ചിരുന്നു. ADM നവീൻ ബാബുവിന്റെ മരണമടക്കം പ്രതിനിധി സമ്മേളനത്തിൽ ചർച്ചയാകുമ്പോൾ ഈ വിഷയത്തിൽ തുടക്കം മുതൽ പത്തനംതിട്ട CPM എടുത്ത നിലപാടും സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടും തമ്മിൽ ഉരസലിനെ കാരണമായേക്കും. ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരം ഒഴിവാക്കി ഒരാളെ പാർട്ടിക്ക് കണ്ടെത്തേണ്ടതുണ്ട്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാരായ TD ബൈജു, PB ഹർഷകുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗം രാജു എബ്രഹാം എന്നിവരുടെ പേരുകളാണ് സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ സാധ്യത. ഇന്ന് പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമാകും. 30-ാം തീയതി കോന്നിയിൽ ചേരുന്ന പൊതുസമ്മേളനം പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ജനം, പത്തനംതിട്ട. തെരഞ്ഞെടുപ്പുകളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കെ മുരളീധരന്റെ തുറന്നു പറച്ചിലോടെ
പ്രതിരോധത്തിലായി കോൺഗ്രസ്. പാർട്ടിയെ ദുർബലപ്പെടുത്തുന്ന പ്രതികരണത്തിൽ വി ഡി സതീശനുൾപ്പെടെ അതൃപ്തിയുണ്ട്. ജമാഅത്തെ ഇസ്ലാമി, SDPI തുടങ്ങിയ കക്ഷികളുടെ വോട്ട് വാങ്ങിയാണ് കോൺഗ്രസ് പലയിടത്തും ജയിക്കുന്നതെന്ന ആരോപണം നേരത്തെ ഉണ്ടായിരുന്നുവെങ്കിലും ആദ്യമായാണ് ഒരു നേതാവ് ഇക്കാര്യം പരസ്യമായി സമ്മതിക്കുന്നത്. പ്രിയങ്കയുടെയും രാഹുലിന്റെയും വയനാട്ടിലെ വിജയത്തിന് പിറകിൽ മുസ്ലിം വർഗീയ ഘടകങ്ങളുടെ പിന്തുണയുണ്ടെന്ന ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് വർഷങ്ങളായി കോൺഗ്രസിന് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് കിട്ടുന്നുണ്ടെന്ന കെ മുരളീധരന്റെ തുറന്നുപറച്ചിൽ. ജമാഅത്തെ ഇസ്ലാമിയുമായും SDPIയുമായും കോൺഗ്രസ് സഖ്യത്തിലേർപ്പെടാറുണ്ട് എന്ന ആരോപണങ്ങൾ ഉയരാറുണ്ടെങ്കിലും നേതാക്കൾ ഇതുവരെ സമ്മതിച്ചിരുന്നില്ല. അതിനെയൊക്കെ അസ്ഥാനത്താക്കുന്നതാണ് മുരളീധരന്റെ പ്രതികരണം. കോൺഗ്രസിനെ പിന്തുണയ്ക്കുകയെന്നത് വെൽഫെയർ പാർട്ടിയുടെ നയമാണ്. 2019 മുതൽ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ ദേശീയാടിസ്ഥാനത്തിൽ കോൺഗ്രസിന് ലഭിക്കുന്നുണ്ടെന്നും 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ കുമ്മനം രാജശേഖരനെതിരെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ലഭിച്ചിരുന്നുവെന്നും മുരളീധരൻ മറയേതുമില്ലാതെ പറഞ്ഞു. 2019 വെൽഫെയർ പാർട്ടി എടുത്ത തീരുമാനം ഇന്ത്യയിൽ എല്ലായിടത്തും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മുന്നണിയെ പിന്താങ്ങാനാണ്. ഇന്ത്യയിൽ മൊത്തത്തിലെടുത്ത തീരുമാനം. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഗുണം തമിഴ്നാട്ടിലൊക്കെ കോൺഗ്രസിനോടൊപ്പം സഖ്യത്തിൽ മത്സരിച്ച് CPMന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ ദേശീയ നയത്തിലെടുത്ത തീരുമാനമാണെന്ന് എല്ലായിടത്തും കോൺഗ്രസിനെ പിന്തുണയ്ക്കുക. കാരണം BJPക്ക് ബദൽ കോൺഗ്രസ് ആണ് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അവരന്ന് കോൺഗ്രസ്സിന്. അപ്പം അതിന് മുമ്പുള്ള ഇലക്ഷനൊന്നും അവർ ഞങ്ങളെ പിന്തുണച്ചിട്ടില്ല. അപ്പം ഞാൻ 2016 തന്നു. കാരണം കുമ്മനം രാജശേഖരൻ എതിർ സ്ഥാനാർത്ഥിയായിട്ട് വന്നതുകൊണ്ട് 2016 അന്ന് എനിക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കണം കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നതിനെ ചൊല്ലിയുള്ള ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് മുരളീധരന്റെ പ്രതികരണമെന്നതും ശ്രദ്ധേയമാണ്. അതിനാലാണ് മുരളീധരന്റെ പ്രതികരണം വന്ന ഉടനെ തന്നെ അതിനെ തള്ളിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് വിശദീകരണം നടത്തിയത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി പിന്തുണ LDFനാണെന്നും 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 4-5 സ്ഥാനാർത്ഥികൾക്ക് ജമാഅത്തെ ഇസ്ലാമി പിന്തുണ കൊടുത്തു കാണുമെന്നും VD സതീശൻ പറഞ്ഞു. നാളിതുവരെ തള്ളിപ്പറഞ്ഞ കാര്യങ്ങൾ ഇനിയും അതുപോലെ ആവർത്തിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് കോൺഗ്രസ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അതിനാൽ വരും ദിവസങ്ങളിലും കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമി ബന്ധം ചൂടേറിയ ചർച്ചകൾക്ക് വിധേയമാകാനാണ് സാധ്യത. തൃശൂർ പൂരത്തിൻ്റെ വിപുലമായ ചടങ്ങുകൾ ഒതുക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാർ. വെടിക്കെട്ടില്ലാതാക്കാനാണ് ശ്രമം. തൃശൂരിൽ നിന്നുള്ള മന്ത്രിമാരൊന്നും ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നില്ല എന്നും തൃശൂർ പൂരത്തെ ഒതുക്കാനുള്ള ആദ്യ ടെസ്റ്റ് ഡോസാണ് ഇതെന്നും ഗിരീഷ് കുമാർ പറഞ്ഞു. സംഭവത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് നിവേദനം നൽകിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എങ്ങനെയെങ്കിലും ഈ വെടിക്കെട്ടിനെ ഇല്ലാണ്ടാക്കുക. ആദ്യം ആന എഴുന്നള്ളിപ്പുമായിട്ടാണ് മുന്നോട്ട് പോയിരുന്നത്. അതിന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അനുമതി തന്നപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് വെടിക്കെട്ടുമായിട്ട് തൃശ്ശൂർ പൂരം എങ്ങനെ അവസാനിപ്പിക്കാം എന്നുള്ളതിൻ്റെ കാര്യത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഒരു കാരണവശാലും എനിക്ക് പറയാനുള്ളത്, ഏറ്റവും കൂടുതൽ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് ഏറ്റവും കൂടുതൽ മന്ത്രിമാരുള്ളത്. ഇത് തൃശ്ശൂർ പൂരത്തിനെ ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യ ഒരു ടെസ്റ്റ് കേന്ദ്രമന്ത്രിക്ക് നമ്മൾ നിവേദനം കൊടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി ആനന്ദ് പുതൂർ ചേരുന്നു. ആനന്ദ്, ഇപ്പോൾ തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ സെക്രട്ടറി പറയുകയാണ്, തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് നമ്മൾക്കറിയാം ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളാണ് അവിടെ ഉള്ളത്. ആ ചടങ്ങുകളെല്ലാം ഓരോന്നായി വെട്ടിക്കുറച്ച് തൃശ്ശൂർ പൂരം ഒരു ചെറിയ ചടങ്ങ് മാത്രമാക്കാനുള്ള ഗൂഢശ്രമം നടക്കുന്നു. അതിൻ്റെ ഭാഗമായി എഴുന്നള്ളത്ത് തടയാനൊരു ശ്രമം നടന്നു. പക്ഷേ സുപ്രീം കോടതിയിൽ നിന്നും അനുകൂല തീരുമാനമുണ്ടായി. പക്ഷേ ഇനിയും വെടിക്കെട്ടടക്കമുള്ള ചടങ്ങുകൾ ഇല്ലാതാക്കിക്കൊണ്ട് തൃശ്ശൂർ പൂരത്തിൻ്റെ ചടങ്ങുകൾ എല്ലാം വെട്ടിക്കുറയ്ക്കാനുള്ള ഒരു ഗൂഢ നീക്കം നടക്കുന്നു. അതിന് അക്കാര്യത്തിൽ തൃശ്ശൂരിൽ നിന്നുള്ള മന്ത്രിമാർ മൗനവും തുടരുകയാണ്. അങ്ങനെയല്ലേ അദ്ദേഹം പറയുന്നത്? ആനന്ദ്, പാറമേക്കാവ് വേലകൾക്ക് വെടിക്കെട്ട് നടത്തുന്നതിനുള്ള അനുമതി ADM നേതൃത്വത്തിൽ നിഷേധിക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. അതിനെ തുടർന്നായിരുന്നു തിരുവമ്പാടി സെക്രട്ടറി കെ ഗിരീഷ് കുമാറിന്റെ പ്രതികരണം. അദ്ദേഹം പറഞ്ഞത് തൃശ്ശൂർ പൂരത്തെ മുമ്പത്തെ ഒരു ടെസ്റ്റ് ഡോസ് ആണിത് എന്നാണ് പറയുന്നത്. ആദ്യം ആനയെഴുന്നള്ളിപ്പ് മുടക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഏറ്റവും കൂടുതൽ മന്ത്രിമാരുള്ളത് ഈ തൃശ്ശൂരിൽ നിന്ന് നിരവധി മന്ത്രിമാരുണ്ട്. പക്ഷെ ആരും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മിണ്ടുന്നില്ല. ഇതിന് പിന്നിൽ ശിവകാശ് ലോബിയാണോ എന്നുള്ള സംശയിക്കുന്നതായും അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ തൃശ്ശൂർ പൂരത്തിനെ ഒതുക്കാനുള്ള ആദ്യ ടെസ്റ്റ് ഡോസ് ആണ് ഇതെന്നും പറയുന്നുണ്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിവേദനം നൽകിയിട്ടുണ്ട്. തടസ്സങ്ങളെല്ലാം നീങ്ങുമെന്ന് തന്നെയാണ് പ്രതീക്ഷ എന്നാണ് തിരുവമ്പാടി സെക്രട്ടറി മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെ തന്നെയാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ ചടങ്ങുകൾ ഒതുക്കാനുള്ള ഗൂഢനീക്കം നടക്കുന്നു എന്നുള്ളതാണ് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ ആക്ഷേപം. തിരുവമ്പാടി ദേവസ്വമാണ് ഇക്കാര്യത്തിൽ പരസ്യമായ പ്രതികരണം നടത്തിയത്. ഇക്കാര്യത്തിൽ മന്ത്രിമാർ മൗനം തുടരുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. വിവരങ്ങൾ നൽകുകയായിരുന്നു ആനന്ദ് പുതൂർ.
ഇടവകകളുടെ ചുമതല ഒഴിയാത്തതിനെ തുടർന്ന് 4 വിമത വൈദികർക്കെതിരെ കടുത്ത നടപടി. ബസിലിക്ക അഡ്മിനിസ്ട്രേറ്ററായിരുന്ന ഫാദർ വർഗീസ് മണവാളിനെ വൈദിക വൃത്തിയിൽ നിന്ന് വിലക്കി. ഫാദർ ജോഷി വേഴപ്പറമ്പിൽ, ഫാദർ തോമസ് വാളൂക്കാരൻ, ഫാദർ ബെന്നി പാലാട്ടി എന്നിവരെയും വിലക്കി. വിവരങ്ങളുമായി ബീന റാണി ചേരുന്നു. ബീന, ഇപ്പോൾ പുറത്തു വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, ഇടവകകളുടെ ചുമതല ഒഴിയാത്തതിനെ തുടർന്ന് 4 വിമത വൈദികർക്കെതിരെ കടുത്ത നടപടി. കൂടുതൽ വിവരങ്ങൾ. കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് 4 വിമത വൈദികർക്കെതിരെ നടപടി എടുക്കുന്നതായി ചൂണ്ടിക്കാട്ടി എറണാകുളം അങ്കമാലി അതിരൂപത അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂരിൻ്റെതായി പ്രസ്താവന പുറത്തു വന്നത്. അതിൽ തന്നെ വൈദികരെ കുർബാന അർപ്പിക്കുന്നതിൽ നിന്ന് വിലക്കിയിരുന്നു. ഒപ്പം തന്നെ ചില വൈദികരോട് പ്രീസ്റ്റ് ഹോമിലേക്ക് മാറാനും നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഇതൊന്നും ഇവർ കൈക്കൊള്ളാതെ ഇല്ലെങ്കിൽ അംഗീകരിക്കാതിരുന്ന ഒരു സാഹചര്യത്തിലാണ് കടുത്ത നടപടിയുമായി ഇപ്പോൾ അങ്കമാലി അതിരൂപത സഭാ നേതൃത്വം മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇത്തരത്തിൽ നേരത്തെ നടപടിയെടുത്തതിന് പിന്നാലെ വൈദിക സമിതിയുടെ എറണാകുളം അങ്കമാലി അതിരൂപത വൈദിക സമിതിയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് ദിനത്തിൽ നിൽപ്പ് സമരം അടക്കം നടത്തിയിരുന്നു. ഇതുപോലെയുള്ള സഭാ നേതൃത്വത്തിന്റെ നടപടികൾ ഒന്നും അംഗീകരിക്കില്ല, അനീതിയാണ് ചെയ്യുന്നത്, അരമനയിൽ ഗുണ്ട വാഴ്ചയാണുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി നിൽപ്പ് സമരത്തിലേക്ക് ക്രിസ്മസ് ദിനത്തിൽ ഇവർ പോയിരുന്നു. ഇതിന് അൽമായ മുന്നേറ്റത്തിന്റെ പിന്തുണയും ഉണ്ടായിരുന്നു. തുടർന്നാണ് ഇപ്പോൾ കടുത്ത നടപടിയുമായി സഭാ നേതൃത്വം മുന്നോട്ട് വന്നിട്ടുള്ളത്. അതിന്റെ ഭാഗമായാണ് ബസിലിക്ക അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ഫാദർ വർഗീസ് മണവാളനെ വൈദിക വൃത്തിയിൽ നിന്നും വിലക്കിക്കൊണ്ടുള്ള ഉത്തരവ് വന്നിട്ടുള്ളത്. ഒപ്പം തന്നെ ഫാദർ ജോഷി വേഴപ്പറമ്പിൽ, ഫാദർ തോമസ് വാളൂക്കാരൻ, ഫാദർ ബെന്നി പാലാട്ടി എന്നിവർക്കും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവർ എറണാകുളം ബസിലിക്ക, അതുപോലെ തന്നെ തൃപ്പൂണിത്തറ, പാലാരിവട്ടം, മാതാനഗർ തുടങ്ങിയ ഇടവകളുടെ ചുമതല ഏറ്റിരുന്ന ആളുകൾ വൈദികന്മാരായിരുന്നു. ഇവർ ഈ ചുമതല ഒഴിയാകാൻ, നേരത്തെയുള്ള നിർദ്ദേശം അനുസരിച്ച് ഇവർ ചുമതല ഒഴിയാകാൻ തയ്യാറാകാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ നടപടി നേരിട്ട 4 വൈദികർക്കും കുമ്പസാര വിലക്കും സഭാ നേതൃത്വം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ 4 വിമത വൈദികരോടും പ്രീസ്റ്റ് ഹോമിലേക്ക് മാറാനും മാർ ബോസ്കോ പുത്തൂർ അന്ത്യശാസനം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ പരസ്യ കുർബാന അർപ്പിക്കാൻ പാടില്ലെന്നും കൽപ്പന നൽകിയിട്ടുണ്ട് മാർ അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ. ഇതിനു പുറമെ നേരത്തെ നടപടിയെടുത്ത് വീണ്ടും നടപടിയെടുത്ത ഈ വൈദികരുടെ മേൽ ചില നിയമ നടപടികൾ ആരംഭിച്ചിരുന്നു. അതിനായി പ്രത്യേക ഒരു ട്രൈബ്യൂണൽ തന്നെ രൂപീകരിച്ചിരുന്നു. ആ ട്രൈബ്യൂണലിലേക്ക് ഇവരുടെ നിയമ നടപടികൾ റെഫർ ചെയ്തതായും എറണാകുളം അങ്കമാലി അതിരൂപത അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ പ്രസ്താവനയിൽ ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും സഭാ നേതൃത്വം നിലപാട് കടുപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നതെന്ന് മനസ്സിലാക്കുന്നു. 2017 ആരംഭിച്ചതാണ് ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട തർക്കം. ആ തർക്കം പലവട്ടം പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിലും വീണ്ടും ഇരുകൂട്ടരും അവരുടെ നിലപാടിൽ ഉറച്ചു നിന്ന ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഇപ്പോൾ സഭ ഒരു വലിയ തർക്കത്തിലേക്ക് നീങ്ങുന്നത്. ഇടവകളുടെ ചുമതല ഒഴിയാത്തതിനെ തുടർന്ന് 4 വിമത വൈദികർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും ബീന റാണി. മലപ്പുറം കണ്ണമംഗലം തോട്ടശ്ശേരിയിൽ ക്ഷേത്രക്കുളത്തിൽ കക്കൂസ് മാലിന്യം തള്ളിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തം. പ്രതികളെ ഉടൻ പിടികൂടിയില്ല എങ്കിൽ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്ന് ഹൈന്ദവ സംഘടനകൾ മുന്നറിയിപ്പ് നൽകി. വഖഫ് ഭൂമിയാണെന്ന് പള്ളി കമ്മിറ്റി അവകാശവാദം ഉന്നയിച്ച അറക്കൽ തമ്പുരാട്ടി ക്ഷേത്രഭൂമിയിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സാമൂഹ്യ വിരുദ്ധരുടെ അതിക്രമം. പള്ളി കമ്മിറ്റിക്ക് അനുകൂലമായ വഖഫ് കോടതി വിധി ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. ശിവദാസ് കന്മനം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ക്ക് സമീപം കണ്ണമംഗലം എന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ രാത്രിയുടെ മറവിൽ ഈ രീതിയിൽ ക്ഷേത്രത്തിന്റെ അധീനതയിലുള്ള ഈ കുളത്തിൽ കക്കൂസ് മാലിന്യം തള്ളിയത്. ഈ സാമൂഹ്യ വിരുദ്ധരാണ് ഇത് തള്ളിയത്. ഇത് വലിയ രീതിയിലുള്ള സംഘർഷത്തിനുള്ള സാധ്യതയ്ക്ക്, അത്തരത്തിൽ സംഘർഷത്തിനുള്ള വഴി തെളിയിക്കാനുള്ളതാണ് എന്നാണ് സൂചന. കാരണം ഇത് നിലവിൽ കേസ് നിലനിൽക്കുന്ന ഒരു ഭൂമി കൂടിയാണ്. ഇത് വഖഫും അതോടൊപ്പം തന്നെ പള്ളി കമ്മിറ്റിയും മദ്രസയും അടക്കം ഈ ക്ഷേത്രത്തിന്റെ ഭൂമിക്ക് വേണ്ടി അവർ കേസ് നൽകിയിട്ടുണ്ട്. ഇത് പിന്നീട് വഖഫിന്റെ കോടതിയിൽ എത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഈ വിഷയം പിന്നീട് വഖഫ് അവർക്ക് അനുകൂലമായ വിധിക്കുകയുണ്ടായി. അതിനുശേഷം ഹൈന്ദവ വിശ്വാസികൾ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ അടക്കം സമീപിച്ചിരുന്നു. പിന്നീട് ഹൈക്കോടതി ഈ വഖഫ് കോടതിയുടെ ഈ വിധി റദ്ദാക്കിയിട്ടുണ്ട്. നിലവിൽ ഈ കേസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇത് തിരൂർ കോടതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഏകദേശം 2 ഏക്കർ 47 സെന്റ് സ്ഥലമാണ് ഈ ഭൂമി ഉള്ളത്. ഇത് 2 ഘട്ടത്തിലാണ്. ഇതിൻ്റെ 1 ഏക്കർ 23 സെന്റ് സ്ഥലവും അതോടൊപ്പം തന്നെ മറ്റു ബാക്കിയുള്ള സ്ഥലവും, ഇങ്ങനെ 2 തരത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസ് നിലനിൽക്കുന്നത്. ഈ രീതിയിൽ
കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ ഭൂമിയെല്ലാം തന്നെ പല ആളുകളും പിടിച്ചെടുത്ത് ഇവിടെ ബിൽഡിങ്ങുകൾ അടക്കം ഉണ്ടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് പള്ളിയും അതോടൊപ്പം മറ്റ് സ്കൂൾ അടക്കമുള്ളവ ഇതിന് സമീപത്ത് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കാലങ്ങളായി പതിറ്റാണ്ടുകളായി ക്ഷേത്രത്തിൻ്റെ അധീനതയിൽ ഉള്ളതാണ്. കണ്ണമംഗലം വില്ലേജിൽ അടക്കം അങ്ങനെ തന്നെയാണ്. ഈ വില്ലേജിൽ അടക്കം ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഭൂമി എന്നാണ് ഇതിൽ ആധാരം രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഇത് വർഷങ്ങളായി ഇത് പലരും ഈ ക്ഷേത്ര ഭൂമി അവർ പിടിച്ചെടുത്തു. പിന്നീട് ഇവിടെ ബിൽഡിങ്ങുകളും അതോടൊപ്പം തന്നെ മറ്റ് കെട്ടിടങ്ങളും മറ്റ് പല രീതിയിലുമുള്ള നിർമ്മിതികൾ ഇവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സംഭവത്തിൽ ഇപ്പോൾ വിശ്വാസികൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലാണ് ഉള്ളത്. ഈ കഴിഞ്ഞ ദിവസം രാത്രിയുടെ മറവിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഈ ക്ഷേത്രക്കുളത്തിൽ ക്ഷേത്രത്തിൻ്റെ അധീനതയിലായിരുന്ന ഈ കുളത്തിൽ കക്കൂസ് മാലിന്യം തള്ളിയത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പരാതികൾ നൽകിയിട്ടുണ്ട്. മലപ്പുറം SP-ക്ക് അടക്കം പരാതികൾ നൽകിയിട്ടുണ്ട്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇത് കൃത്യമായി തന്നെ നടപടികൾ വേണം എന്നാണ് പറയുന്നത്. എന്താണ് നിലവിൽ ഈ ക്ഷേത്രഭൂമിയുടെ നിലവിലുള്ള സ്ഥിതി അവസ്ഥ എന്താണ്? ഇതിപ്പോൾ 91-ലാണ് ഇവിടെ കേസ് നടക്കുന്നത്. അതിനുശേഷം പല ബിൽഡിങ്ങുകളും ഉണ്ടാക്കി ക്ഷേത്ര കമ്മിറ്റീൻ്റെ പേരിലും അതുപോലെ നാട്ടുകാരും ഒരുമിച്ച് ഈ സംരംഭം വീണ്ടും കിട്ടണമെന്നുള്ള ആവശ്യത്തിലാണ്. ഇപ്പോൾ വക്കഫിൻ്റെ ആണെന്ന് പറഞ്ഞാൽ അവർ കോടതി കൊടുത്തു. പക്ഷേ വക്കഫ് കോടതി തള്ളി. അവർക്കിതിൽ സ്കൂളിനോ മദ്രസിനോ അധികാരമില്ല എന്ന് പറഞ്ഞിട്ട്. വക്കഫ് അവർക്ക് അനുകൂലമായിട്ട് വിധിച്ചില്ല. അവർക്ക് അനുകൂലമില്ല. അത് കോടതി ക്ഷേത്രത്തിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. വക്കഫിന് അതിൽ അധികാരം ഇല്ല എന്നാണ് പറഞ്ഞത്. വക്കഫിൻ്റെ കോടതിയിൽ ഫസ്റ്റ് കോടതി പിന്നീട് അത് അവർ പറഞ്ഞത് അവർക്ക് അതിൽ അധികാരം ഇല്ലായിരുന്നു പിന്നെ ഇടപെടാനുള്ള. ഇപ്പം അതിന് ശേഷം തിരൂർ കോടതിയാണ് ഇപ്പോൾ തീരുമാനിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വിട്ടിട്ടുള്ളത്. പിന്നെ 77-ലാണ് ഇവർക്കത് പിന്നെ സ്കൂളിൻ്റെ മാനേജർക്ക് കുറച്ച് സ്ഥലം ദാനം കൊടുത്തു എന്നാണ് അവർ പറഞ്ഞു കേൾക്കുന്നത്. പക്ഷെ ആരെ കയ്യിൽ നിന്ന് ദാനം കിട്ടിയെന്നോ എങ്ങനെ കിട്ടിയെന്നുള്ളത് നമ്മൾ അതിൽ ആധാരത്തിൽ നിന്നും വിശദീകരിക്കുന്നില്ല. ഈ വില്ലേജിലൊക്കെ എങ്ങനെ ഇതിൻ്റെ അടിയാധാരം ഒക്കെ എങ്ങനെയാണ്? ഇത് അറക്കൽ ഭഗവതി ക്ഷേത്രം സ്ഥലമാണ് കാണിക്കുന്നത് വില്ലേജിലൊക്കെ. എത്ര കാലമായി ഇത് ഇങ്ങനെ ഈ കേസൊക്കെ നിലവിൽ ഈ ക്ഷേത്രത്തിൽ പൂജകളൊക്കെ നടക്കുന്നുണ്ട്? പൂജ നടക്കുന്നുണ്ട്. ഇത് 91-ൽ കൊടുത്ത കേസാണ്. ഏകദേശം 38 വർഷം ആയി. പൂജകൾ താൽക്കാലികമായിട്ട് ക്ഷേത്രം 5 സെന്റ് സ്ഥലം ഭൂമി വിലയ്ക്ക് വാങ്ങിയിട്ട് അതിലൊരു ബാലാലയ ക്ഷേത്രമായിട്ട് പൂജ നടക്കുന്നുണ്ട്. ഇനി സ്ഥലം മറ്റുള്ള സ്ഥലം കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേസ് കൊടുത്തിട്ടുള്ളത്. നിലവിൽ എന്താണ് ഈ കേസിൻ്റെ ഒക്കെ ഒരു നിജസ്ഥിതി എന്താ നിലവിൽ? ഇങ്ങനെ ഈ നിലവിൽ അത്തരത്തിൽ ഇത് കേസ് നിലനിൽക്കുന്ന ഭൂമിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഭൂമി തിരിച്ച് ക്ഷേത്രത്തിന് തന്നെ തിരിച്ചു കിട്ടണം എന്നാണ് വിശ്വാസികളുടെ ആവശ്യം. അത്തരത്തിലുള്ള ഒരു അനുകൂല വിധി വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സാഹചര്യം കൂടി നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു അതിക്രമം ഇവിടെ നടന്നത്. ഈ സംഭവത്തിൽ കൃത്യമായ നടപടികൾ വേണം എന്നാണ് വിശ്വാസികളുടെ ഒരു ആവശ്യം. ശിവദാസ് കന്മനമാണ് റിപ്പോർട്ട് നൽകിയത്. കേരള ക്ഷേത്ര യുവജന സമന്വയ സമിതി പുരസ്കാരം ജനൻ ടിവിക്ക്. തിരുവനന്തപുരം ബ്യൂറോ സ്റ്റാഫ് റിപ്പോർട്ടർ S. ശാലിനിക്കും ക്യാമറാമാൻ വിവേക് നേമത്തിനുമാണ് ഈ വർഷത്തെ പുരസ്കാരം. ഞായറാഴ്ച നെടുമങ്ങാട് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. ഉച്ചവാർത്ത ഇവിടെ സമാപിക്കുന്നു. നമസ്തേ.